നമസ്കാരം. സെല്ലസ് മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സുകളാണ്. ഇനി കാണിക്കാൻ പോകുന്ന ടിപ്സ് പച്ചമീൻ എങ്ങനെ നമുക്ക് ഉണക്കമീനാക്കാം. ആദ്യമേ തന്നെ ഇതിന്റെ തല വെട്ടി ക്ലീൻ ആക്കണം. പാത്രം എടുക്കുക, അതിലേക്ക് കല്ലുപ്പ് വിതറണം. കുറച്ച് മതിയേ. എന്നിട്ട് ഈ ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇതുപോലെ നിരത്താം. എന്നിട്ട് കല്ലുപ്പ് പിന്നെ ഇടണം. അടുത്ത മീനും ഇങ്ങനെ നിരത്തി വെക്കാം. എന്നിട്ട് പിന്നെയും കല്ലുപ്പ് വിതറാം. ഉപ്പ് നല്ലോണം വിതറി ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ 3 ദിവസം വരെ വെക്കണം. 3 ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വരും. ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു മീൻ എടുത്തിട്ട് ഓരോ മീൻ എത്ര വേണോ അത്ര എടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി പറയാൻ പോകുന്നത് കറിവേപ്പില കുറച്ചു നാൾ കേടാകാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്. ഇനി ഒരു ഡബ്ബ എടുക്കുക, എന്നിട്ട് ടിഷ്യൂ പേപ്പർ അകത്ത് നല്ല അതായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കറിവേപ്പില എങ്ങനെ വെക്കുന്നു നോക്കാം. ഇങ്ങനെ നീളത്തില് ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ലേ, അതുപോലെ തണ്ടിന്റെ കൂടെ കുറച്ച് വെക്കണേ. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെക്കണം. ഇതിൽ വെച്ചിരുന്ന എല്ലാ കറിവേപ്പിലയും ഞാൻ വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടയ്ക്കുക. ഇങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ ഈ കറിവേപ്പില. എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇത് ഇരുമ്പൻപുളി, ചിലയിടത്ത് ചെമ്മിപ്പുളി എന്ന് പറയും. ഇത് നമ്മൾക്ക് എപ്പോഴും കിട്ടാനില്ലല്ലോ. കിട്ടുമ്പോൾ ഇത് ഒരു ഡബ്ബയിലാക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത് ഇങ്ങനെ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇപ്പോൾ മാങ്ങാക്കാലമാണ്. പച്ചമാങ്ങ നമുക്ക് ഇഷ്ടംമാതിരി കിട്ടും. ഇപ്പോൾ മാങ്ങ ഇല്ലാത്ത സമയത്തേക്ക് എങ്ങനെ മാങ്ങ സൂക്ഷിച്ചു വെക്കാമെന്ന് നോക്കാം. ഇനി ഈ മാങ്ങ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ വിനാഗിരിയും കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് ഈ മാങ്ങ മുക്കി വെക്കണം. ഇത് ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ വെക്കാം. വെള്ളമില്ലാതെ മാങ്ങ എടുത്തിട്ട് ഇത് നമുക്ക് ഇനി ഫ്രീസറിൽ വെക്കാം. എത്ര സമയം വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരുന്നോളൂ. മാങ്ങയില്ലാത്ത സമയത്ത് നമുക്കിത് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ചില സമയത്ത് നമുക്ക് ഒത്തിരി മീൻ കിട്ടും. അപ്പോൾ അത് എങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ദിവസത്തേക്കുള്ള കറിക്ക് എത്ര വേണം അത്രയ്ക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ ഇതിൽ ഞാൻ 4 അയില വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് വെള്ളം എത്ര വെക്കണോ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിൽ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം അടച്ചിട്ട് ഫ്രീസറിൽ വെക്കണം. ഇത് എത്ര ദിവസം കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഉപയോഗിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് പുറത്തെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മേടിച്ചത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് ചിക്കനാണ്. ഇതും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അല്ലാതെ നമ്മൾ ചിക്കൻ മാത്രം ഇങ്ങനെ പാക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ ടിപ്സുകൾ അറിയാത്തവർ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.